അല്ല, കോസ്റ്റ്യൂമിൽ ഒരു കോംപ്രമൈസ് ഇല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഇടാനുള്ള, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ചോദിക്കുന്ന കണക്ക് പുള്ളി എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇടണമെന്ന് തോന്നിയോണ്ട് ഞാനിപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ ഞാൻ എൻ്റെ സമയത്ത് ഇതുപോലത്തെ കോസ്റ്റ്യൂമായിരുന്നു ഇട്ടത്. അന്ന് നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഈ സജന ഫിറോസിൽ നിന്ന് സജന നൂറിലേക്കുള്ള മാറ്റം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയോ എല്ലാവരും? തീർച്ചയായിട്ടും എനിക്കിഷ്ടമാണ് ആ പേര്. ഉമ്മയുടെ പേരല്ലേ അത്. ഇനി എത്ര തേച്ച് മാറ്റിയാലും നമ്മൾ ഉമ്മയുടെ പേര് ഒരിക്കലും മാറാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നി, അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു. പോസിറ്റീവ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത്. കാരണം നമ്മൾ എത്രയോ പേര് ലൈഫിൽ കാണുന്നത് അടിച്ച് പിരിഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ പോകാതിരിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നതിനെക്കാട്ടും ആ ഒരു ഘട്ടം വരുമ്പോൾ നമ്മളവിടെ ബ്ലോക്ക് ചെയ്യും. ഈ സ്ട്രഗിൾ ചെയ്തോ അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ് അവിടെ വെച്ച് നിർത്താം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതായിപ്പോകും. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ഇല്ലാതായിപ്പോകും. അതുകൊണ്ട് ആ ടൈമിൽ ഞങ്ങൾ നിർത്തി. ഞങ്ങൾക്ക് നല്ലൊരു പേരൻസായി നല്ലൊരു ഫ്രണ്ടായി ഞങ്ങൾ പോകും. ഈ ബിഗ് ബോസിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടാണ് ഇരുന്നത്. അപ്പം എന്തെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച്? എന്തെങ്കിലും പിരിയുന്നതിനെ കുറിച്ച് എനിക്കൊന്ന് പോസിറ്റീവായിട്ട് ആൾക്കാർ പറയുന്നത്. കാരണം നമ്മൾ കൂടുതലും ഭൂരിപക്ഷം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രഗിൾ ചെയ്ത് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊക്കെ വന്നാലും സ്ട്രഗിൾ ചെയ്ത് ലൈഫ് കൊണ്ടുവന്നതാണ് ലേഡീസ് എന്ന് പറയുന്നത്. എല്ലാവരും സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ രണ്ടുപേരും എടുത്തെന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് മുഖത്തോട് നോക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ വീഡിയോ കോൾ വരും, സംസാരിക്കും, പിള്ളേരുടെ കാര്യങ്ങൾ ആക്റ്റീവാണ്. ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ഈ സജന നൂറായതിനു ശേഷമാണ് സിനിമയിലുള്ള അവസരങ്ങൾ ഉണ്ടായത്, അതോ അതിലേക്ക് കടക്കാൻ? ഞാൻ സജന ഫിറോസ് ആയിരുന്ന സമയത്ത് തന്നെ മൂവിയിലുണ്ടായിരുന്നു. മൂവിയൊക്കെ വരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൂവി ഫിലിം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ വരുന്നത് തന്നെ ഈ പറഞ്ഞ കണക്ക് ഫിറോസിക്ക് വന്നതിന് ശേഷമാണ്. അതിന് മുമ്പേ ഞാൻ ഒരു ജോബ്, അതായത് ഫോക്സിനോട് CRM-ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് ശേഷം എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും തുടർന്ന് എപ്പോഴെങ്കിലും ഈ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തെന്ന് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലൊരു അഭിപ്രായം. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഞാനും ഫിറോസിക്കായും മുഖത്തോട് മുഖം നോക്കാൻ പറ്റാതെ ഭയങ്കര പ്രശ്നമായിട്ട് അടി ഉണ്ടാക്കേണ്ട ഗതികേടും പിന്നെ മുഖത്തോട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനൊക്കെ ഞങ്ങൾക്ക് നിർത്തിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. സ്വരച്ചേർച്ചകൾ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ നമുക്കത് നിർത്തുന്നതായിരിക്കും പറ്റും. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.